അമ്മമാരുടെ മുഗ്ധതകൾക്കിന്ന് അവസ്ഥിതിയുണ്ടോ ഭുവനത്തിൽ. ഇടശ്ശേരിയുടെ വരികളെ ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. ശ്രീകല ടീച്ചർ ഇന്നലെ എല്ലാ ആകുലതയോടും കൂടി എന്നെ വിളിച്ചു. ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ടീച്ചർ ഈ വിഷയത്തിൽ നേരത്തെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇങ്ങനൊരു വിഷയം? പ്രത്യേകിച്ച് ഡിസബിലിറ്റി സ്റ്റഡീസ്, അതിൻ്റെ സാധ്യതകൾ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വേദിയിൽ എന്നെപ്പോലെ ഒരാൾ എന്തിന് എന്ന ഒരു ചോദ്യമുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെയും നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളുടെയും അല്ലെങ്കിൽ ഇത്തരം ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ അമ്മമാരുടെയും പ്രശ്നങ്ങളെ അടുത്ത് കണ്ട ഒരു വ്യക്തി, ജീവിതത്തിൽ തൊട്ടടുത്ത് കണ്ട ഒരു വ്യക്തി. ഇവിടെ വിനോദ് സാർ പറഞ്ഞു, സാറിൻ്റെ കുട്ടിക്കാലം ഏതാണ്ട് അടുത്തടുത്ത കുട്ടിക്കാലങ്ങളാണ് ഞങ്ങളുടെയൊക്കെ. കോട്ടയം നഗരത്തിൻ്റെ പരിഷ്കാരങ്ങളിൽ വളർന്ന ഒരു കുട്ടി എന്ന നിലയിൽ എനിക്കിത്തരം വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ആദ്യം പരിചയപ്പെട്ട ഇത്തരത്തിൽപ്പെട്ട മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു കുട്ടി എൻ്റെ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട മോനാച്ചനായിരുന്നു. പറയുമ്പോൾ എപ്പോഴും എനിക്ക് സങ്കടം വരും. കാരണം വളരെ ചെറിയ കുട്ടിക്കാലത്താണ് ഞാൻ മോനാച്ചനെ പരിചയപ്പെടുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ പരിചയപ്പെടുകയല്ല, മോനാച്ചൻ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുകയായിരുന്നു. ആരെ കണ്ടാലും പറയും എനിക്ക് വിശക്കുന്നു. നിങ്ങൾക്കറിയാം, മെൻ്റലി റിട്ടാർഡഡ് അഡ്വാഫായിട്ടുള്ള ആ രൂപം. വർഷങ്ങൾക്ക് ശേഷം OV വിജയൻ നമ്മളെയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയം, ഞാനൊക്കെ ആ ഒരു ഏജിൽ, അതായത് ഞാൻ അത് വായിക്കുന്നത് എൻ്റെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് കാലഘട്ടത്തിലാണ്. അപ്പുക്കിളി എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന പ്രീഡർ വില്ലി സിൻഡ്രോം എന്ന് മെഡിക്കൽ സയൻസ് വിളിക്കുന്ന ആ ഡിസബിലിറ്റി ഞാൻ നേരിട്ട് കാണുകയാണ്. എനിക്ക് വിശക്കുന്നു, എല്ലാവരെ കണ്ടാലും പറയും. എപ്പോഴും വിശപ്പുള്ള ഒരു ലൂസായിട്ടുള്ള ഒരു ഷോർട്സ്, ഒരു കാക്കി ഷോർട്സ്, അതും ഹുക്കും കൊളുത്തും ഒന്നുമില്ല, അതിങ്ങനെ വലിച്ചു കെട്ടിയിട്ടാണ് മോനായി നടന്നിരുന്നത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ സാമൂഹിക വിരുദ്ധർ എന്ന് പിന്നീട് മനസ്സിലായ കുറേ മനുഷ്യർ, കുറേ എന്താ പറയുക, നമ്മൾ പൂവാലന്മാരെന്നൊക്കെ പറയില്ലേ, അവരുടെ ഏറ്റവും വലിയ വിനോദം എന്തായിരുന്നു എന്നറിയാം? ഈ കുട്ടിയെ നല്ല അത്യാവശ്യം ഭംഗിയുള്ള കോളേജിലേക്കൊക്കെ പോകുന്ന ചേച്ചിമാരൊക്കെ പോകുമ്പോൾ ഈ കുട്ടിയുടെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു വിടും. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം. ഈ കുട്ടി ഓടിച്ചെന്ന് ഏതെങ്കിലും ഭംഗിയുള്ള ഒരു കുട്ടിയെ, ഒരു ചേച്ചിയെ, അൽസിയുടെ ഒരു വിഭാഗം, നിങ്ങൾക്കറിയാം, നല്ല ചിരിച്ചിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടികൾ, പെൺകുട്ടികൾ, മിക്കവാറും പെൺകുട്ടികൾക്കായിരിക്കും ഈ ഏഞ്ചൽ മാൻ സിൻഡ്രോം വരുന്നത്. മനോഹരമായ പുഞ്ചിരി നമ്മൾ കേട്ടു. സുഗതകുമാരി ടീച്ചർ ചോദിക്കുന്നുണ്ട്, കൊല്ലേണ്ടതെങ്ങനെ? കാരണം ഇവളെ വിട്ടുകൊടുക്കാൻ, ഈ ഭൂമിയിലേക്ക് ഒറ്റപ്പെടുത്തി കൊടുക്കാൻ തനിക്ക് കഴിയില്ല. ഈ ചിരിച്ചിരിക്കുന്ന കുട്ടി മാധവിക്കുട്ടി പറഞ്ഞ കഥയിലെ രേവതിക്കുട്ടിയായി പരിണമിക്കാൻ അധികം സമയമൊന്നും വേണ്ട. സമൂഹത്തിൻ്റെ കണ്ണ് എപ്പോഴും അങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവളെ കൊല്ലേണ്ടതെങ്ങനെ. കാരണം ഇല്ല ഭയം, വിഷം ഒന്നുമില്ല. തിങ്കൾ കല പോലെ ചിരിച്ചിരിക്കുന്നു. ഈ കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെ കാണും?
അവളെ വളർത്തുന്ന അമ്മയുടെ വേദനയിലാണ് സുധുകുമാരി ടീച്ചർ നമ്മളോട് പറഞ്ഞു കൊല്ലേണ്ടത് എങ്ങനെ. ഈ വിഷയത്തിൻ്റെ സാഹിത്യ രൂപത്തിലേക്ക് അതിസൂക്ഷ്മമായി കടന്നു ചെന്ന ഒരു നോവലാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രൻ്റെ കൃതി. അടുത്തയിടയിൽ ഏറ്റവും അധികം വായിച്ചതാണ്. നിങ്ങൾക്കറിയാം, അതിൽ മകനേക്കാൾ പ്രശ്നമുള്ള ഒരു കഥാപാത്രമാണ് അമ്മ. അമ്പ എന്ന പേരിൽ വിനോദ് മാഷിയുടെ പറഞ്ഞു, തൃശ്ശൂരെ പ്രശസ്തമായ ഒരു സ്ഥാപനം അംഹ എന്ന പേരിട്ടപ്പോൾ അതിൻ്റെ പിന്നിലും ഒരു അമ്മയുടെ മനസ്സുണ്ടായിരുന്നു. അത് രൂപപ്പെടുത്തിയ ആളെ സാറിന് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ അമ്പ എന്ന പേരിൽ സുഭാഷ് പരിചയപ്പെടുത്തുന്ന ഈ കഥാപാത്രം മഹാഭാരതത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഞാൻ അതിലൂടെയാണ് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ വളർത്തുന്ന അമ്മമാരിലേക്ക് കടന്നു ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്. ഈ കഥാപാത്രത്തിനെ നിങ്ങൾ പരിചയപ്പെട്ട് കാണും. മഹാഭാരതത്തിലെ അംബ ശിഖണ്ഡിയായി ഭീഷ്മരുടെ മരണ കാരണമായി തീർന്ന ഒരു പ്രണയത്തിൻ്റെ പേരിൽ സ്വന്തം ജീവിതം നിരസിക്കപ്പെട്ട ഒരു സ്ത്രീ പ്രതികാരം വീട്ടുന്നതിന് വേണ്ടി, അതും ഇത്തരം ഒരു ജന്മം ശിഖണ്ഡിയായി, ആണും പെണ്ണും കെട്ടത് എന്നായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. ഇന്നത് മാറ്റി നമുക്ക് ആണും പെണ്ണും ആളുന്നത് എന്ന അർത്ഥത്തിലേക്ക് മാറ്റി വായിക്കാം. അങ്ങനെ ശിഖണ്ഡിയായി അവൾ പുനർജനിച്ച് ജനിമൃതികളെ തരണം ചെയ്തുകൊണ്ട് ആ കഥാപാത്രത്തിൻ്റെ പേര് കടം കൊണ്ട ആധുനിക യുഗത്തിലെ ഒരു കഥാപാത്രമാണ് ഈ വെള്ളയാങ്കല്ലിൽ പുനർജനിക്കുന്നത്. സുഭാഷിൻ്റെ കഥയിൽ, നോവലിൽ പുനർജനിക്കുന്നത് അംബ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. കഥാകാരൻ അതിലെ ഒരു കഥാപാത്രം തന്നെയാണ് സുഭാഷ്. കഥാകാരൻ ഇതിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മഹാഭാരത കാലത്ത് ഇതിലില്ലാത്തതൊന്നും മറ്റെവിടെയും നിങ്ങൾ കാണില്ല എന്ന് മഹാഭാരതത്തിൽ അദ്ദേഹം വളരെ തൻ്റെ ഇടത്തോടെ എഴുതി വെച്ചിട്ടുള്ളതിനെ ഞാൻ പൊളിച്ചെഴുതുകയാണ്. സുഭാഷ് പറയുന്നുണ്ട്, അതിലില്ലാത്തതൊന്ന് നിരുപാധികമായ സ്നേഹം ഞാനിതാ ഇവിടെ അവതരിപ്പിക്കുകയാണ്. മഹാഭാരതത്തിൽ ഇല്ലാതെ നിരുപാധികമായ സ്നേഹം, ഉപാധികളോട് കൂടിയ സ്നേഹമാണ് മഹാഭാരതത്തിലുള്ളത്. അതിനേക്കാൾ ഞാൻ ശ്രദ്ധിച്ചത് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രം പോലും മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ളതല്ല, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളതല്ല. ശിഖണ്ഡിയെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. അങ്ങനെ ഈ അന്ന് മഹാഭാരതത്തിൽ എഴുതാത്തതൊന്നും ഇനി സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇതാ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഇതൊരു ദുരന്ത കാഴ്ചയായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചേക്കുകയാണ് കഥാകാരൻ. പക്ഷേ ഈ ദുരന്തത്തിന് കാരണം ആരാണ്? ഒരു പക്ഷേ മഹാഭാരത കാലത്ത് ഇതില്ലായിരുന്നു എങ്കിൽ ആരാണ് ഈ ദുരന്തത്തിന് കാരണം? ലോകമഹായുദ്ധങ്ങളിലൂടെ, മനുഷ്യൻ്റെ ശാസ്ത്രമോഹങ്ങളിലൂടെ, അതികാമങ്ങളിലൂടെ, ആസക്തികളിലൂടെ കടന്നു വന്ന മനുഷ്യൻ തന്നെയല്ലേ ഈ സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ചത്? അതെ, എഴുത്തുകാരെല്ലാവരും എഴുതാൻ ശ്രമിക്കുന്ന വളരെ ദയനീയമായൊരു കാര്യമുണ്ട്. ഈ ആസക്തിയുടെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ദുരന്തങ്ങളായിട്ട് ഈ ജന്മങ്ങളെ ചിത്രീകരിക്കുമ്പോൾ ഇതാരുടെ ആസക്തി എന്നതിന് ഒരൊറ്റ ഉത്തരമാണ് മിക്കവാറും ലോക സാഹിത്യത്തിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ മലയാള സാഹിത്യത്തിൽ അവതരിപ്പിക്കുന്നത്. സ്ത്രീയുടെ ആസക്തി, അവളുടെ വഴിവിട്ട ജീവിതം. മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്, ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ സ്ത്രീ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ഇത്തരം കുഞ്ഞുങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. അവരിലുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള വൈറസ് ഇൻഫെക്ഷൻസ്, ഏറ്റവും പ്രധാനമായിട്ട് മെനിഞ്ചൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ, അതിന് കാരണമായ മസ്തിഷ്ക
ജ്വരം എന്ന് പറയുന്ന മെനിഞ്ചൈറ്റിസ് പോലെയുള്ള രോഗങ്ങളുടെ കാരണമായ വൈറസ്, ഇതൊക്കെ ഉദരത്തിൽ വളരുന്ന ശിശുവിൻ്റെ മാനസിക നിലയെ, ബ്രെയിനിൻ്റെ വളർച്ചയെ തകർത്ത് കളയാം. ചിലപ്പോൾ ബ്രെയിൻ പറയുന്ന കാര്യങ്ങൾ ശരീരത്തിന് പിന്തുടരാൻ പറ്റാതെ വണ്ണം ശരീരം രൂപപ്പെടുന്നു. ചിലപ്പോൾ ബ്രെയിൻ തന്നെ ഇല്ലാതെയാവുന്നു. ഇത് 2 തരത്തിലുള്ള കുട്ടികളെയും വിനോദ് മാഷിൻ്റെ പെർഫോമൻസിൽ നിങ്ങൾ കണ്ടു കാണും. അതായത് ശരീരം അലക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെയും ശരീരം കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ, അതിജീവിക്കാൻ ശ്രമിക്കുന്ന, കൃഷ്ണ ടീച്ചറുടെ നല്ല പ്രയോഗം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിജീവിക്കുന്നതിൻ്റെ ആ ഒരു മാനസികാവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഉദരത്തിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ ശിശു അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും, ഇനി അതുകൂടാതെ പ്രസവ സമയത്ത്, കുഞ്ഞ് ഉദരത്തിൽ നിന്ന് പോരുന്ന സമയത്ത്, ഇതിൻ്റെ ഒരു സയൻസ് ഉണ്ട്, നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഓക്സിജൻ ലഭിക്കാതെ വന്നാലും ഇത്തരം കുട്ടികൾ സംഭവിക്കാം. ഇതൊന്നുമല്ലാതെ ഡൗൺ സിൻഡ്രോം പോലെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ക്രോമസോമിൻ്റെ ഘടനയിൽ നമുക്ക് 23 പെയറാണുള്ളത്. അതിൽ 21ാമത്തെ ക്രോമസോം പെയറിൽ ഉണ്ടാവുന്ന ഡിസബിലിറ്റിയാണ് പലപ്പോഴും ഡൗൺ സിൻഡ്രോമിന് കാരണമായി തീരുന്നത്. പലപ്പോഴും അല്ല, എപ്പോഴും. അതൊക്കെ ശാസ്ത്രം കൃത്യമായിട്ട് പഠന വിധേയമാക്കിയിട്ടുണ്ട്. അതൊരിക്കലും ക്യൂറബിളും അല്ല, നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ജനന സമയത്ത് ജനറ്റിക് ഡിസോർഡറാണ്. എന്തായാലും ഇത് ന്യൂറോളജിയിലുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ്, ന്യൂറോ സയൻസിൽ. അങ്ങനെയുള്ള ഈ പ്രതിഭാസത്തെ ഞാൻ പറഞ്ഞു, സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ എല്ലാ കേസുകളും. സ്ത്രീയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ, സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത്, ഇനി പുറത്ത് വന്നു കഴിഞ്ഞിട്ടും ചില കുട്ടികളിൽ ഡിഫക്റ്റ് ഉണ്ടാവാം. മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾ പുറത്ത് വന്നുമുണ്ടാകാം. പിന്നെ ഈ മാനസിക വൈകല്യം കൂടാതെ മറ്റു വൈകല്യങ്ങൾ എപ്പോൾ വേണേ സംഭവിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ സ്റ്റെപ്പ് വെച്ച് കയറി വരുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ്. കാരണം വേദിയിൽ മണിക്കൂറുകളോളം നൃത്തം ചെയ്ത് ശീലിച്ച എൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് ഇപ്പോൾ കാലൊന്നും മടക്കണമെങ്കിൽ 90 ഡിഗ്രിയിലേക്ക് മടക്കണേ പറ്റാത്ത വിധം മുട്ട് മാറ്റി വെച്ചു. അത്രയും ബുദ്ധിമുട്ടുകളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം, സുധാചന്ദ്രനെ പോലെയുള്ള ഡാൻസേഴ്സ് വീണ്ടും തിരിച്ച് ഡാൻസിലേക്ക് വരാൻ അനുഭവിച്ച പ്രഷർ. എൻ്റെ അടുത്ത് മെയ്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ദേവി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയാറുണ്ട്, ജിഷ ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണ്ടേ വേണ്ട, കാരണം ഇനി പെയിൻ എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ മാനസികമായി നൃത്തം ചെയ്തോളാം, ശരീരം കൊണ്ട് വയ്യ എന്ന് അതിൻ്റെ തിയറട്ടിക്കൽ സ്റ്റഡിയിലേക്കൊക്കെ പോവാം എന്ന് എപ്പോഴും പറഞ്ഞു ഒഴിയാറുണ്ട്. നിങ്ങൾ ഈ കണ്ട പെർഫോമൻസ് മ്യൂട്ടിന് വേണ്ടി, അതായത് ചെവി കേൾക്കാൻ വയ്യാത്ത ആളുകൾക്ക് വേണ്ടി അടുത്ത കാലത്ത് മെയ്തിൽ ചെയ്ത വലിയൊരു പെർഫോമൻസാണ് സൈൻ ഉപയോഗിച്ചുകൊണ്ട്. മാഷത് അതിൻ്റെ ഒരു ടീച്ചർ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. അത് ഇറങ്ങാൻ പോകുന്നു എന്നതും ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് ഈ സൈൻ ലാംഗ്വേജ് എങ്ങനെ ക്ലാസ് മുറികളിൽ പ്രയോജനപ്പെടുത്താം എന്നതുമൊക്കെ ഇന്ന് ഞങ്ങളുടെ ഇടയിലൊക്കെ ഏറ്റവും ആഗ്രഹത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. പലതരത്തിലുള്ള കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ, സെറിബ്രൽ ലെവലിൽ പലതരത്തിലുള്ളവർ. അവരിലേക്ക് എങ്ങനെയാണ് അധ്യാപകർക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത്, അതിനെങ്ങനെയാണ് ഈ സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കാൻ കഴിയുന്നതെന്നൊക്കെ. ഇത് ഡിസേബിലിറ്റിയെക്കുറിച്ച് മാത്രമല്ല, ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ് നമ്മളെല്ലാവരും. വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്, തുല്യം ചൊല്ലിക്കൊടുക്കുന്നു ഗുരു, ജഡനും പ്രാജ്ഞനും വിദ്യ എന്നാണ്. അപ്പോൾ ജഡനും പ്രാജ്ഞനും ഒരുമിച്ചിരിക്കുന്ന കലാലയ മുറികളാണ് നമുക്ക് പരിചയമുള്ളത്. അപ്പോൾ അവിടെയും ഈ പെർഫോമൻസ് വളരെയധികം ഉപയോഗപ്പെടുന്നുണ്ട്. ഞാനതായത് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ എന്താ പറയുക, കാലങ്ങൾ ജീവിതത്തിലൂടെ സംഭവിക്കുന്ന ദുരന്തങ്ങളിലും ഇതുപോലെ ശാരീരികമായ വൈകല്യങ്ങൾ സംഭവിക്കാം. പക്ഷെ ഞാനിപ്പോൾ കൂടുതലായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ഓട്ടിസം പോലെയുള്ള, സെറിബ്രൽ പാൾസി പോലെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ സമൂഹം ഇത്തരം ദുരന്തങ്ങളുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നത് സ്ത്രീയുടെ ജീവിത അവസ്ഥകളിലേക്ക് തന്നെയാണ്. മലയാള സാഹിത്യം വീണ്ടും 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 ഉറപ്പിക്കുകയാണത്.
അപ്പുക്കിളിയെ നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പുക്കിളിയുടെ അമ്മയെ നിങ്ങൾക്കറിയാം. കുട്ടാപ്പുനരി കല്യാണം കഴിച്ച സ്ത്രീയുടെ അനുജത്തി. അവിടെ പറയും 4 സ്ത്രീകളുണ്ടായിരുന്നു, 4 അമ്മമാർ. അവരാരും, അതിൽ 3 സ്ത്രീകളും പ്രസവിച്ചിട്ടില്ല. എന്നാൽ അവർ 3 പേർക്കും ഭർത്താക്കന്മാരുണ്ട്. എന്നാൽ ഇളയ സഹോദരി നീലി, ഭർത്താവില്ലാത്ത നീലിക്കാണ് ഇതുപോലൊരു കുട്ടിയുണ്ടായത്. അതെ, അഗമ്യഗമനങ്ങളുടെ പാപഭാരമാണ്, ശാപമാണ് ഇത്തരം കുട്ടികളെന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് ഈ കഥാപാത്രങ്ങളിലൂടെ. തുടർന്ന് സുഭാഷിൻ്റെ കൃതിയിലേക്ക് വന്നാലും അവിടെയും ഈ കുട്ടിയെ, സുഭാഷിൻ്റെ കൃതിയിൽ അനന്തപത്മനാഭൻ അപ്പു എന്ന കുട്ടിയെക്കുറിച്ച് അമ്പ പറയുന്നുണ്ട്. ഇവൻ ജനിക്കുന്നത് എൻ്റെ ഭർത്താവ് എന്നെ തൊടുന്നതിന് ഒരാഴ്ച മുമ്പാണ്. തൻ്റെ പ്രിയ കാമുകൻ്റെ കൂടെ വെള്ളയാങ്കല്ലിലെ ഒരു രാത്രി, തൻ്റെ സന്തോഷത്തിൽ എല്ലാം മറന്നുള്ള ഒരു നിമിഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിന് വേണ്ടി താൻ ചെലവഴിച്ച ഒരു രാത്രിയുടെ സന്തതിയാണിത്. എന്തിനാണ് ഇങ്ങനെ ഒരു കഥ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തത്? എന്തൊക്കെ പറഞ്ഞാലും ചരിത്ര അധ്യാപകനും വളരെ എന്താ പറയുക, ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ഒരു കഥാപാത്രമാണ് ഇതിലെ അമ്പയുടെ ഭർത്താവ്. അയാൾക്ക് തന്നെ ജനിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ജനിക്കാം, ഒരു സംശയം വേണ്ട. കാരണം ഗർഭകാലത്ത് അയാളുടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയായിരുന്നു, അല്ലെങ്കിൽ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന, പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന, വായനയെ ഇഷ്ടപ്പെടുന്ന, ഭാവനയെ ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ മനസ്സുള്ള ഒരു MA മലയാളംകാരിയാണ് നമ്മളുടെ ഈ അമ്പ എന്ന കഥാപാത്രം. ഈ അമ്പ വിവാഹം കഴിച്ചിരിക്കുന്നതാകട്ടെ ഇത്തരം വെളിച്ചങ്ങളെ ഒന്നും, എഴുത്തുകാരൻ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഇത്തരം മുഴുവൻ വെളിച്ചങ്ങളെയും നിരസിച്ച ഒരു പുരുഷൻ നൽകിയ കെയറാണ്, അല്ലെങ്കിൽ നൽകാതെ പോയ ആ വെളിച്ചമാണ് ഉദരത്തിൽ കിടന്ന അപ്പുവിൻ്റെ ആഹാരമായി തീർന്ന ഇരുട്ട്. അപ്പോൾ ഈ ഇരുട്ടിൽ തന്നെ ഈ കുഞ്ഞിന് ജനിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷെ എഴുത്തുകാരൻ കൊണ്ട് ചേർത്ത് വെച്ചത് അമ്പയുടെ ഒരു അഗമ്യഗമനത്തിലേക്കാണ്. കഥയുടെ സൗന്ദര്യത്തിന് വേണ്ടി, ആവിഷ്കാരത്തിൻ്റെ മനോഹാരിതയ്ക്ക് വേണ്ടി, ഒരു ത്രില്ലിന് വേണ്ടി, ശരിയാണ്, വെള്ളയാങ്കല്ലും അമ്പയുടെ ഒരു രാത്രിയും സ്വപ്നം പോലെയുള്ള അനുഭവങ്ങളും ഒക്കെ നമുക്ക് ചേർത്ത് വയ്ക്കാം. മനോഹരമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ജീവിതം ശരിക്കും ജീവിതം കൊണ്ട് അനുഭവിച്ച ജയശ്രീ മിശ്ര, പരിചയമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മലയാളിയാണ്. ജയശ്രീ ഓമനക്കുട്ടൻ ഏൻഷ്യൻ പ്രോമിസസ് എന്ന തൻ്റെ ആത്മകഥാപരമായ രചനയിൽ തൻ്റെ പ്രണേതാവിനെ നഷ്ടപ്പെട്ടിട്ട് മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കേണ്ടി വന്നപ്പോഴുണ്ടായ ആത്മസംഘർഷത്തിൽ ജനിച്ച കുട്ടി. അവളും ഇതുപോലെ മെൻ്റലി ചലഞ്ച്ഡാണ്. പിന്നീട് ആ ജീവിതം ഉപേക്ഷിച്ച് മിശ്രയെ കല്യാണം കഴിച്ച് ജയശ്രീ ഇന്ന് വളരെ സന്തോഷവതിയായിട്ട് UK ജീവിക്കുന്നു. ആ ഏൻഷ്യൻ പ്രോമിസസ് എന്ന കൃതി പ്രിയ AS മലയാളത്തിലേക്ക് ജന്മാന്തര വാഗ്ദാനങ്ങൾ എന്ന മനോഹരമായ കൃതിയായി തർജ്ജമ ചെയ്തിട്ടുണ്ട്. കൂടുതൽ മനോഹരം ഏൻഷ്യൻ പ്രോമിസസ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എങ്കിൽ പോലും നമുക്ക് മലയാളികൾക്ക് ആസ്വാദ്യമായ ഒരു രീതിയിലേക്ക് അതിനെ മാറ്റി എഴുതിയിട്ടുണ്ട്. ആസ്വാദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയാണ് കേട്ടോ. അതിലെ ജീവിതം അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു സ്ത്രീ ഈ പറഞ്ഞതുപോലെ ആത്മസംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഗർഭിണിയായിരിക്കുന്ന കാലത്ത് അവരനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ഇഷ്ടക്കേടുകളിലൂടെ രൂപപ്പെടുന്ന ഭീകരമായ സംഘർഷം. പക്ഷെ അവർക്ക് ഒരു അഗമ്യഗമനത്തിൽ നിന്നുണ്ടായതല്ല. അതേസമയം പുരുഷന്മാർ എഴുതിയ എഴുത്തിലെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ സ്ത്രീയുടെ അഗമ്യഗമനങ്ങളുടെ സന്താനമാണ് ഇത്തരം ജന്മങ്ങൾ. കാരണം എന്തു ദുരന്തം സംഭവിച്ചാലും കുട്ടി മിടുക്കനാണെങ്കിൽ അത് അച്ഛൻ്റെയും അച്ഛൻ്റെ തറവാടിൻ്റെയും മഹത്വം. കുട്ടിക്ക് എന്തെങ്കിലും ദുരന്തം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ അമ്മയുടെ തലയിൽ. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിരം കാഴ്ചയാണ്. പക്ഷെ അവിടെ നിന്ന് ഈ നോവലിൻ്റെ തന്നെ അവസാന ഘട്ടത്തിൽ
ഒരു സ്ത്രീയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവരുടെ മകനും ഇതുപോലെ തന്നെ മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള സെറിബ്രൽ പാലസി ഉള്ള ഒരു മകനാണ്. അരുൺ പൈഴാണ് ഇത്തരം വിസിബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം പെർഫോമൻസിലേക്കൊക്കെ അവർ വന്നു തുടങ്ങിയതെന്ന് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അമ്പയുടെ ദുരന്ത കാഴ്ചകളിലല്ല, അമ്പയുടെ അഗമ്യ ഗമനങ്ങളിലൂടെ അല്ല സമൂഹം അവരെ വായിക്കേണ്ടത്. സാഹിത്യം അതിൻ്റെ ആസ്വാദ്യത കൂട്ടുന്നതിന് വേണ്ടി സ്ത്രീയുടെ അല്ലെങ്കിൽ ആദ്യ പാപം മുതലേ സ്ത്രീയുടെ തലയിൽ കെട്ടിവെച്ചേക്കാണ്. സ്ത്രീയുടെ സന്തോഷങ്ങളൊക്കെ പാപമായിട്ടാണ് ഗണിച്ചേക്കുന്നത്. അതേസമയം ഇതേ കഥാപാത്രത്തിൻ്റെ ഭർത്താവ് അയൽ വീട്ടിലെ സ്ത്രീയുടെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്ന് തൊണ്ടി സഹിതം പിടിക്കുമ്പോഴാണ് വിവാഹമോചനം നടത്തുന്നത്. അതിനൊരു കുറ്റവും ഇല്ല. അവിടെ പുരുഷൻ അപ്പോഴും ഛേ എന്ന് പറഞ്ഞതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. പക്ഷെ സ്ത്രീ അനുഭവിക്കുന്ന ചെറിയ സന്തോഷങ്ങൾ പോലും സമൂഹത്തിൻ്റെ കുറ്റകൃത്യമായിട്ട് വരുന്ന നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കുഞ്ഞുങ്ങൾ ഇനിയും ഇനിയും ജനിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആരോടാണ് സമൂഹം ആരോടാണ് നീതി പുലർത്തേണ്ടത്? ഈ കുട്ടികളോടോ ഇവർക്ക് ജന്മം നൽകുന്ന അമ്മമാരോടോ? ഇത് വലിയൊരു ചോദ്യമാണ്. നിങ്ങൾക്കറിയാം, തൊഴിലില്ലായ്മ വേതനം ലഭിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ നാട്ടിലുണ്ട്. ഉച്ചവരെയെങ്കിലും വഴി കൂടെ പുല്ല് പറിച്ചാൽ 250 രൂപ കിട്ടുന്ന പണിക്കാരുണ്ട് ഈ നാട്ടിൽ. പണി ഒരുപാട് ഡോക്യുമെന്ററികളും ചിത്രങ്ങളുമായി പരിസ്ഥിതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഭക്ഷ്യതത്വത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്ത്രീകളുടെ മദ്യപാനം, പുകവലി, ഇത്തരം എന്താ പറയുക, ചെറുതല്ല വലിയ പ്രശ്നങ്ങൾ തന്നെ പുരുഷന്റെ പുകവലിയെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞത്. പക്ഷെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന മാരകമായ മരുന്നുകൾ, ഇതെല്ലാം മറ്റെന്തെങ്കിലും രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ. എനിക്കറിയാം, രണ്ടാമത്തെ പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് വളരെയധികം ഡിഫക്റ്റുകൾ സംഭവിച്ച ഒരു കാലഘട്ടമാണ്. എൻ്റെ കാല് താഴ്ന്നുപോയ സമയമാണ്. അപ്പം ആ സമയത്ത് ഉപയോഗിച്ച മരുന്നുകൾ ഞാനത് വളരെ ശ്രദ്ധയോടെ മരുന്ന് കഴിക്കാണ്ടൊക്കെ നോക്കിയിട്ടുണ്ട്, വളരെ വിഷമത്തോടെ. പിന്നെ ആദ്യമുള്ളൊരു ആശ്വാസം തമ്പുരാനെ കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്തെല്ലാം കഥയുണ്ടായിരുന്നു. കാരണം എല്ലാ സാഹചര്യവും അതിൽ ഇണങ്ങുന്നതായിരുന്നു. വീട്ടിലാണെങ്കിൽ എനിക്കൊരു മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള നാത്തൂരുണ്ട്. അപ്പൊ ഞാനൊരു 22 വയസ്സുകാരിയായിട്ട് വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ വളരെ ഏജിലായിട്ടുള്ള എൻ്റെ അമ്മ മദറിലോ സ്നേഹപൂർവ്വം എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ്. മോളെ, ഞാൻ ഇത്രയും നാളുകൾ കൊണ്ടാണ് എന്നെ കുട്ടി നോക്കിക്കോളൂ. എനിക്ക് വളരെ ഇഷ്ടമല്ല ചേച്ചി ചേച്ചി എന്നൊക്കെയാണ് വിളിക്കുക. പക്ഷേ ഞാൻ ഈ രണ്ടാമത്തെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഓർമ്മയില്ല. ആ സമയത്ത് ഈ കുട്ടി അവൾക്ക് കുട്ടി ഇഷ്ടമല്ല. എനിക്കത് തീരെ വന്ന് പാകത്തോടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം പുട്ടാണ്. സ്ഥലത്തേക്ക് വന്നിട്ടുള്ളൂ. ഞാനൊരു പാത്രം നിറയെ പുട്ടുണ്ടാക്കി ഡയറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു വിധത്തിൽ ഞാൻ പോയി കട്ടിലിൽ ആശ്രയിച്ചു. എൻ്റെ മൂത്ത മകളും കൂടെയുണ്ട്, 3 വയസ്സുകാരി കുട്ടി കൂടെയുണ്ട്. അതിന് കിടക്കുമ്പോൾ പെട്ടെന്ന് ഒച്ച കേൾക്കാം. ആദ്യം എത്തിപ്പെട്ടത് അമ്മയാണ്. അമ്മ തലയിൽ കഴിച്ചു, എൻ്റെ കുട്ടി കാണിക്കണേ എന്ന് ചോദിക്കുന്നത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്ത് സംഭവിച്ചു. ഞാൻ തിരിച്ചവിടേക്ക് ചെയ്യുമ്പോൾ കാണുന്നത് ഡൈനിങ് ടേബിളിലേക്ക് പൂ വിരിച്ചതുപോലെ കുട്ടി ചിതറി കിടക്കുകയാണ്. അതും പോരായിട്ട് താണ്ഡവ നൃത്തം നടക്കുന്നുണ്ട് ഈ കുട്ടിയുടെ മുകളിലേക്ക്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പുട്ട് വെളുത്ത നല്ല വെള്ളയൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ഇതിനൊക്കെ ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റും. വെളുത്ത വെള്ളയൊക്കെ ഉണ്ടാക്കി വെച്ചു അവൾക്ക് പോയി കിടക്കുകയാണ്. നാശം ചത്തുപൊട്ടിയിരിക്കും എന്ന് പറയുന്നത്. അമ്മ കുറേ പറയുന്നില്ല, ഒന്നും വിടാതിരിക്കുന്നില്ല. എന്ത് വരെ അവൾ അടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മ കൈ ഉയർത്തിയെന്ന് ഞാൻ പിടിച്ചു. എല്ലാം വെറുതെ വിവരക്കേടുണ്ടല്ലേ, അമ്മ വിട സാരമില്ല. പക്ഷെ എനിക്കൊന്നും അടിച്ചു വരാൻ പോലും പറ്റില്ല. ഞാൻ നമ്മൾ അവിടെ കഴിക്കട്ടെ, കുറച്ചേരം കഴിഞ്ഞ് നമുക്ക് വൃത്തിയാക്കാം കയറി പോകുമ്പോൾ. ആരും കഴിച്ചിട്ടില്ല. എൻ്റെ മോളാണ്. പിന്നെ മോള്
മൊബൈൽ കയറി. അപ്പൊ വന്നിട്ട് അവളോട് പറയാൻ ഭയങ്കര ഇഷ്ടം. അതേ, ഈ അമ്മ പ്രസവത്തോടുകൂടി ചത്തുപോകും. അങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വെളുത്ത അമ്മയെ കൊണ്ടുവരാം. തൃശ്ശൂർക്കാരുടെ കണക്കിന് ഞാൻ കറുത്തതാണ്. അപ്പൊ വെളുത്ത അമ്മയെ കൊണ്ടുവരാം, നല്ല വെള്ളയപ്പം ഉണ്ടാക്കുന്ന അമ്മ. ഇപ്പോഴെന്താണ് നിങ്ങൾക്ക് കളിയാക്കുന്നതാണ് നല്ല വെള്ളയപ്പം ഉണ്ടാക്കുന്ന അമ്മ. ഇതെല്ലാം ഓൾറെഡി ഞാൻ എത്രയുള്ളൂ കുട്ടി മനസ്സിലത് ഭയങ്കരമായിട്ട് കൊണ്ടു. പിന്നെ എൻ്റെ ഒരു പ്രഗ്നൻസി സമയം ഭയങ്കര ദുരന്തം വരും. കാരണം എൻ്റെ മകളാണ്. അവളുടെ വിചാരം ഞാൻ മരിച്ചു പോകുന്നതാണ്. പ്രസവത്തിന് മുറിയിലേക്ക് കയറ്റിയപ്പോൾ പോലും കുട്ടി കൂടെ കയറി, കരഞ്ഞുകൊണ്ട് കൂടെ കയറി. ഒന്നും സമ്മതിച്ചില്ല. എൻ്റെ സുഹൃത്തായിട്ട് ഡോക്ടർ എന്നതുകൊണ്ട് അവളെ കൂടെ കയറ്റി എൻ്റെ കരളിൽ തന്നെ കയറ്റി. അങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനെ പ്രസവിച്ചില്ല. രണ്ടാമത് ഓപ്പറേഷൻ ചെയ്തൊക്കെ കാല് വന്നിട്ട് വേഗം ഓപ്പറേഷൻ ചെയ്തൊക്കെ എടുക്കേണ്ടി വന്നു. അതൊക്കെ വേറെ കഥ. പക്ഷേ ഇത് കുട്ടിയപ്പോൾ പറയുന്നത് എനിക്ക് വെള്ളയപ്പം വേണ്ട, വെളുത്താണെന്ന് വേണ്ട, എനിക്ക് എല്ലാം വേണ്ട. ഇത് എൻ്റെ അച്ഛൻ വീട്ടിൽ വന്നപ്പോഴാണ്. അച്ഛൻ്റെ 2 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞത്. അച്ഛൻ വേഗം നെഞ്ചു പിടിച്ച് എന്നെയും കൊണ്ടുപോയി. ഈ കുട്ടികൾക്ക് അവരുണ്ടാക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ അവർക്ക് അറിയില്ല. അവർക്ക് തന്നെ നേരിടാൻ അറിയില്ല. അപ്പോൾ ഈ സോഷ്യൽ ബിഹേവിയറിലേക്ക് എങ്ങനെ വരുന്നുണ്ട്? ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ക്ലാസ് മുറികളിൽ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, സാമ്പത്തികമായി അമ്മമാർ അനുഭവിക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളെ വീട്ടിൽ വിട്ടിട്ട് പണിക്ക് പോകാൻ പറ്റാത്ത സ്ത്രീ എത്ര പേരുണ്ടല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ മോനാച്ചൻ. പിന്നെ മോനാച്ചന് ഞാൻ ചോറ് കൊടുക്കും. ഞാൻ ചെറിയ കുട്ടിയാണ്, എന്നാൽ എന്തൊന്നും ചെയ്യില്ല, ഉപദ്രവിക്കുകയാണ്. അപ്പൊ ഞാൻ മോനാച്ചന് ചോറ് കൊടുത്തു. മോനാച്ചന് കഥ പറഞ്ഞു കൊടുക്കും. മോനാച്ചന് കഥ ഭയങ്കര ഇഷ്ടം. ഞാൻ വായിക്കുന്ന കഥകളൊക്കെ, കുട്ടി കഥകളൊക്കെ മോനാച്ചൻ്റെ മുന്നിൽ അഭിനയിച്ച് കാണിച്ച് പറഞ്ഞു കൊടുക്കും. മോനാച്ചൻ കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും. മാഷ് പറഞ്ഞു, ഞാൻ പെർഫോമൻസിന്റെ മുമ്പിൽ ഇറങ്ങിയിരിക്കും. കണ്ണു മുഖം കാണിച്ച് എനിക്ക് പെർഫോം ചെയ്യാൻ എനിക്കൊരു നല്ല ഓഡിയൻസിനെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാനതിങ്ങനെ കുട്ടിക്കാലത്ത് കാണിച്ചു കൊടുക്കുന്ന അത്രയും സമയമാണ് ഈ പാവം സ്ത്രീ ഇടത്തോട് പറയുമ്പോളെ നോക്കിക്കോളെ അവൻ പണിക്ക് പോയിട്ട് വേണം ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ. നമ്മുടെ സൊസൈറ്റിയിൽ ആരും ചെയ്യുന്നത്? നമ്മുടെ സൊസൈറ്റി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ രാഷ്ട്രീയക്കാര് ഇവരുടെ കാര്യം തിരക്കുന്നുണ്ടോ? ഈ കോർപ്പറേറ്റുകൾ ഇവരുടെ കാര്യം തിരക്കുന്നുണ്ടോ? അതെ, ഇത്തരം ദുരന്തങ്ങളിലൂടെ, ഉൾവേദനകളിലൂടെ സമൂഹം ഏൽപ്പിക്കുന്ന അപമാനങ്ങൾ, പറഞ്ഞ നോട്ടങ്ങൾ പലപ്പോഴും സ്ത്രീയുടെ അദമ്യ യവനങ്ങളുടെ ഊറിച്ചിരികളിലൂടെയും അത്തരം നോട്ടങ്ങളിലൂടെ ഈ അമ്മമാരെ കാണുന്ന സ്ത്രീകൾ അവരുടെ ദുരന്തങ്ങൾ, അവരുടെ വേദനകൾ കാണുന്നില്ല. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് നിങ്ങളോട് ഈ സെമിനാറിൽ പറയാനുള്ളത് ഒറ്റ കാര്യങ്ങളുള്ളൂ. ഈ വിദ്യാർത്ഥികളിൽ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളിലേക്ക് നീളുന്ന നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ റിസർച്ചിനോ നിങ്ങളുടെ പാഠഭാഗങ്ങൾക്കോ നിങ്ങളുടെ സിലബസിനെ പോഷിപ്പിക്കാനോ അല്ല ആവേണ്ടത്. അതിന് ആ അമ്മമാരിലേക്ക്, അവരുടെ മനസ്സിലേക്ക്, നാളെ നിങ്ങളിലേക്ക്, ഈ പ്രകൃതിയുടെ പ്രൊട്ടക്ഷനിലേക്ക്, അതുണ്ടാക്കുന്ന ഇത്തരം ദുരന്തങ്ങളുടെ ലോകത്തിലേക്ക്, ശാസ്ത്രത്തിന്റെ അഹന്തകളിലേക്ക്, യുദ്ധത്തിന്റെ വേദികളിലേക്ക് ഒക്കെയുള്ള ഒരു തുറവിയാണ് മാറിയത്. കാരണം മനുഷ്യൻ അനന്തമായ സാധ്യതകളുള്ള ഒരു വികാസമാണ്. ഇനി നിങ്ങളുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള സാധ്യതകൾ നമുക്ക് ഈ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. ഉദരത്തിനുള്ളിൽ വെച്ചിരുന്ന ഇത്തരം രോഗങ്ങളെ പരിഹരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലേണ്ടതല്ല, വളർത്തേണ്ടതല്ലേ. അതേ ദൈവം നിങ്ങളുടെ മുമ്പിൽ തന്ന മഹാവിത്തരമാണ്, മഹാകാഴ്ചകളാണ്. ഈ സമൂഹത്തിലെ നമ്മുടെ അഹന്തകൾക്ക് നേരെ തമ്പുരാൻ എടുത്തു വെച്ച മനോഹരമായ ഒരു സൃഷ്ടിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ എല്ലാ ജന്മവാസനകളോടും കൂടെ അതിനെ രൂപപ്പെടുത്താൻ, അതിനെ പരിവർത്തിപ്പിക്കാൻ, അതിനെ പരിവർത്തിപ്പിക്കുന്ന സ്ത്രീകൾക്ക്, അമ്മമാർക്ക് കൂട്ടായിരിക്കാൻ ഇത്തരം സെമിനാറുകൾക്ക് കഴിയും എന്ന ആശംസയോടുകൂടി ഞാൻ വാക്കുകൾ